പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രത്യക്ഷീണ പ്രാർത്ഥന. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ നിങ്ങളെല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയുടെ ലക്ഷ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഈ ഭവനത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, നിറവേറേണ്ട വിശേഷങ്ങൾ, ഇവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ഇടപെടേണ്ട ദൈവികമായ ഇടപെടലുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. ജോലി, വീട്, വിവാഹം, ജോലി സംബന്ധ ഉയർച്ചകൾ, അതിജീവനങ്ങൾ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം, രോഗാതുരമായ അവസ്ഥകൾ, മനസ്സിൻ്റെ സമാധാനക്കുറവുകൾ കർത്താവ് പരിഹരിക്കട്ടെ. ഈ ഭവനം ഇന്ന് ഈ ഏത് വിഷയത്തിന് വേണ്ടിയാണ് കൂടുതൽ തേങ്ങുന്നത്, സങ്കടപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിന് മേലെ കർത്താവിൻ്റെ കാരുണ്യം വിടുതലുണ്ടാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തിയാൽ ഞാൻ ഈ ഭവനത്തെ ആശീർവദിക്കുന്നു. പഠിച്ചിട്ട കുഞ്ഞുങ്ങൾ,
പരീക്ഷകൾ എഴുതി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, എല്ലാവരുടെ പഠനങ്ങളെയും പരീക്ഷകളെയും പരീക്ഷാ ഫലങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് സാമ്പത്തിക വിഷയങ്ങൾ, വരുമാന മാർഗങ്ങൾ, കുടുംബജോലി സംബന്ധമായ വിഷയങ്ങളുടെ മേൽ ദൈവികമായ വിടുതലുണ്ടാകട്ടെ. Lord Jesus Christ, pour out His Spirit. Touch with the fire fingers, walk with the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the merit of the Holy Priesthood, I bless and holy this war. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തി ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങളെ, യാത്രകളെ, ഉദ്യമങ്ങളെ, ഇടപെടലുകളെ, നീ ചെയ്യുന്ന ഓരോ ജോലികളെയും ദൗത്യങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ ആശീർവാദം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കുടുംബത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്ന് കർത്താവ് സംരക്ഷിക്കപ്പെടട്ടെ. അവിചാരിതവും ആകസ്മികമായ സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ ഗുണപ്പറപ്പുകളെയും മോചിപ്പിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്താ പദ്ധതികളാണ് ലോകത്തെ എപ്പോഴും നയിച്ചിട്ടുള്ളത്. ചിന്താ പദ്ധതികളിൽ എപ്പോഴും മനുഷ്യനെ നന്മയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നവരുണ്ട്, മനുഷ്യനെ തിന്മയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നവരുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ താൻ തന്നെ ഏത് പക്ഷത്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം പെസിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒപ്റ്റിമിസം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു നന്മകളെ കാണുന്നതാണ്. പെസിമിസം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ മോശം വശങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഓരോരോ കാലങ്ങൾ ഈ മനസ്സെന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് ഒരു പ്രത്യേക ആംബിയൻസിൽ പ്രവർത്തിക്കുമ്പോൾ വേറെ ഒരു ഉൽപ്പന്നം ഉണ്ടാകും. 1944 സാർത്ര എന്ന് പറയുന്ന ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോട്ട് പറയണത് ദ അതർ ഈസ് ഹെൽ എന്ന് പറയണത് സാത്ര. അവരൻ എന്ന് പറയുന്നത് നരകമാണെന്ന് പറയും. അവരൻ നരകം. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലഭിക്കാനുള്ളത് മറ്റാൾ തട്ടിയെടുക്കും. ഇപ്പം ഞാനൊരു വിഷയത്തിന് വേണ്ടി, ഒരു സിനിമാ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുക, അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുക. അപ്പം അടുത്ത ആളെ വെച്ചുകൊണ്ട് ആ ടിക്കറ്റ് തീരുകയാണെങ്കിൽ അയാളില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയനമല്ല. അപ്പം എനിക്ക് കിട്ടിയനമല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ളവർ ഹെല്ലാകണത്. അപ്പം എനിക്ക് കിട്ടാനുള്ളൊരു മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് ഈ നരകം രംഗത്ത് വരണത്. നരകം നമ്മൾ തന്നെയാണ്, നമ്മൾ കാണുന്ന പോലെ ഇരിക്കും. നരകം എന്ന് വെച്ചാൽ ബൈബിളിൽ പറയുന്ന നരകം നമ്മൾ തന്നെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ നരകത്തെ സൃഷ്ടിക്കാൻ പറ്റും നമ്മുടെ രീതിയിൽ. അപ്പം മറ്റുള്ളവൻ അതൊരു മൂല്യമാണ്, വാല്യൂ ആണ്. അതർ ഈസ് ദ ഹെൽ എന്ന് പറയണത്. ഇപ്പം റാൾഫ് വാൾഡോ എമേഴ്സൺ അങ്ങനെ ഒരു ചിന്തകനുണ്ടായിരുന്നു, അമേരിക്കൻ ചിന്തകനാണ്. അദ്ദേഹം പറയണത്, യു ആർ വാട്ട് യു തിങ്ക് ഓൾവേസ്. നീ എന്താണ് ചിന്തിക്കണത് അതാണ് നീ എന്ന്. അപ്പം മറ്റൊരു നരകമാണെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, യൂറോപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. പക്ഷേ ബൈബിൾ പറയണത്, പ്രത്യേകിച്ച് പുതിയ നിയമം പറയും, ഇത് അതർ ഈസ് ഹെൽ എന്നല്ലേ പറഞ്ഞത്, അതർ ഈസ് ഹെവൻ എന്ന് പറയും. അതാണ് ബൈബിള് ലോകവും തമ്മിലുണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ്റെ കാര്യം. അതാണ് കാര്യം. ലോകം ഉപയോഗിക്കുന്ന മൂല്യമല്ല ബൈബിൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം തന്നെ ഈശോ തന്നെയാണെങ്കിൽ 25:24 എടുത്ത്, അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾക്ക് അഭയമരളി. അപ്പം ആ അതർ എന്താണ് അവിടെ? അതർ അത് ഹെല്ലല്ല, ശരിക്കും എന്താണ്? ഹെവനാണ്.
മറ്റു മനുഷ്യരെ എനിക്ക് സ്വർഗം ദൈവത്തിൻ്റെ കൂടെ ദൈവസ്ഥമാകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്താണ്? ഇത് അതറാണ്. അതർ ഈസ് മൈ ഹെവൻ. പക്ഷേ ബൈബിൾ അതാണ് യൂറോപ്പിനെ പഠിപ്പിച്ചതെങ്കിലും പിന്നീട് യൂറോപ്പിൽ ദൈവത്തെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അതർ ഹെല്ലായി. അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളികളൊക്കെ ചിലയിടത്തൊക്കെ പൊളിക്കേണ്ടി വരുന്നതിൻ്റെ കാരണത്താൽ മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലുള്ള പള്ളി എത്രയോ നേരത്തെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഒരു ഡിസിപ്ലിനുണ്ട്. ആ മനുഷ്യൻ്റെ വന്യതയ്ക്ക് ഈ ഡിസിപ്ലിന് ചിലപ്പോൾ വഴങ്ങാത്ത രീതിയിൽ ചില ആൾക്കാർ സ്വാതന്ത്ര്യം പ്രാപിക്കും. അതുകൊണ്ടാണ് എല്ലാവിധ നവോത്ഥാനങ്ങളെയും സഭ പോസിറ്റീവായിട്ട് എടുക്കുന്നതിന് കാരണം. കാര്യം വെച്ചാൽ പലത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് എന്ത് നവോത്ഥാനം ഉണ്ടായിട്ടും സഭയ്ക്ക് അവിടെ സ്പേസൊന്നുമില്ല. സഭ സൃഷ്ടിക്കപ്പെട്ടത് ലോകത്ത് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നവോത്ഥാന മൂല്യങ്ങൾ പക്ഷേ ബൈബിളിൻ്റെതാണ്. പക്ഷെ അത് ദൈവേതരമായിട്ടാണ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അതിനകത്ത് അവർ മാനവികം എന്നൊക്കെ പറയും. ഈ മാനവികം എന്ന് പറഞ്ഞാലും മാനവികത്തെ ഇത്രയും സപ്ലിമേറ്റ് ആക്കിയെടുത്തതിൽ, മാനവികത ഇത്രയും ദൈവികമാക്കിയെടുത്തതിൽ ബൈബിള് ഒരു ഈസ്റ്റ് ചേർന്ന പോലെ, മാവിൽ ഈസ്റ്റ് ചേർന്ന പോലെ ശരിക്കും മനുഷ്യത്വത്തെ വളർത്തിയിട്ടുണ്ട്. കാര്യം ബൈബിളിൻ്റെ വാല്യൂ സിസ്റ്റം അതാണ്. അതർ ഈസ് ഹെവൻ. നോൻപിൻ്റെ കാലമാണിത്. ഒത്തിരിയേറെ ഉപയോഗപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. ഉപയോഗപ്രവർത്തനങ്ങൾ വസ്ത്രങ്ങൾക്ക് വസ്ത്രം കൊടുക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക. ആ കൊടുക്കുന്നത് മാത്രമല്ല, അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നതെങ്കിൽ ഞാനതിന് പ്രതിഫലം നൽകുമെന്ന്. അതെന്താണ്? ഹെവനാണ് പ്രതിഫലമായിട്ട് നൽകുന്നത്. ക്രിസ്തു തൻ്റെ രാജ്യത്തെ തന്നെയാണ്, ആ രാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനം നമ്മളുടെ ജീവിതത്തിൽ ഈ ഭൗതിക ലോകത്ത് സംരഭ്യമാകുന്നതിന് വേണ്ടിയാണ് നമ്മളെ മറ്റുള്ളവരെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് കാണുവാനും അവരെ ദൈവത്തിൻ്റെ മുഖം അവരെ കാണുവാൻ വേണ്ടി നമ്മൾ തന്നെ ദൈവത്തിൻ്റെ മുഖം സ്വീകരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് സുവിശേഷം സ്വീകരിക്കുന്നത്. ഉടമ്പടി എന്തിനു വേണ്ടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, എനിക്ക് ജോലി കിട്ടാനാണ് ഉടമ്പടി എടുത്തതെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താണ് പറയേണ്ടത്? എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറയണം. എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്? ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. ബാക്കിയുള്ളത് ചെയ്യണ ദൈവമാണ്. അല്ല, ഞാൻ ഉടമ്പടി എടുത്തത് ജോലി കിട്ടാനാണ്, പെണ്ണ് കെട്ടാനാണ് എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താ പറയേണ്ടത്? ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. അതാണ് 17:1. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഉടമ്പടി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, പറഞ്ഞേ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ ബേസിക് എന്ന് പറയണത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ദൈവദൃഷ്ടിയിൽ കുറ്റമറ്റവരായി അത് പ്രോസസ്സാണ്. ഓരോന്നേ സ്ഥലം ചിലപ്പോൾ എല്ലാവർക്കും നടക്കത്തില്ല, പക്ഷെ നമുക്കതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി പ്രകാരം അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17:4 എടുത്തേ. ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. ആരുമായിട്ട്? എബ്രാത്തിനോട് പറയണ ദൈവം. എന്താണ്? നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി. അപ്പോൾ 17:4 അനുസരിച്ചിട്ടാണ് ദൈവം 17:1 പറയണത്. എന്തിനാണ്? ഉടമ്പടിക്ക് മുമ്പ് തന്നെ ദൈവം പറയും, ഞാൻ നീയോട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്താണ്? 17:4 17:4 ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യാൻ പോകുന്നു. എന്തിനാണ് ചെയ്യണത്? 17:1 ഉൽപ്പത്തി പുസ്തകം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം, കുറ്റമറ്റവനായിരിക്കണം. എവിടെ ഇട്ടില്ലേ? ഉടമ്പടിയുടെ പ്രഥമ ഉദ്ദേശം IELTS പാസ്സാകാനും OET പാസ്സാകാനും അല്ല. പ്രഥമ ഉദ്ദേശം എന്താണ്?
PR കിട്ടാനല്ല, PR കിട്ടാനാണ്. പ്രഥമ ഉദ്ദേശം എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കാൻ. അതിനുവേണ്ടി നമ്മൾ രോഗികളെ പോയി കാണും, അവൻ പറയണ പോലെ ചെയ്യും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും, സമാധാനത്തോടെ ജീവിക്കും, ആളുടെ കഴുത്തിലും കയറാൻ പോകത്തില്ല, കഴുത്തിൽ കയറുന്നവരെ നമ്മൾ നല്ല ഉപദേശം കൊടുത്തിട്ട് കർത്താവിൻ്റെ വചനത്തേക്ക് നയിക്കും. അങ്ങനെ നമ്മൾ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ വ്യാപരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അതായത് ഇതിൻ്റെ ഒരു വിഷയം വെച്ചാൽ ഉടമ്പടിക്കുള്ളൊരു ഗുണമുണ്ട്. അതായത് ഉടമ്പടി പാലിക്കാൻ ഇപ്പം നമ്മളെ ഉടമ്പടിക്ക് ബ്രേക്കായാലും, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, ബ്രേക്ക് എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ്. ദൈവമായിട്ടും ഇങ്ങനെ ബ്രേക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൈവമായിട്ട് ബ്രേക്കായാലും നമ്മളെ മനുഷ്യന്മാർ ബ്രേക്കാകണ പോലെ ബ്രേക്കായി പോകത്തില്ല. കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും എപ്പോഴായാലും. മനുഷ്യന്മാരാണ് വേറെ ഒരു ആണിനെ പെണ്ണിനെ കാണുമ്പോൾ വാല് വാട്ടിക്കൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നത്. എന്നിട്ട് തേച്ചിട്ട് നീ എന്നെ അമേരിക്ക കൊണ്ടുപോകുക, നീ എന്നെ കാനഡയിൽ കൊണ്ടുപോകുക, അവരെന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഈ സംഭവം. അതിനുള്ളിൽ നമ്മുടെ കാശെല്ലാം അവൾ മൊബൈൽ ചാർജ് ചെയ്ത് തീർത്ത് കാണും. അപ്പം മനുഷ്യന്മാർ പെട്ടെന്ന് തേക്കും, പക്ഷെ ദൈവത്തിന് തേക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം എങ്ങനെയാണെന്നറിയാവോ? ദൈവം നീ ദൈവത്തിന് ബ്രേക്ക് ചെയ്താലും ദൈവം നിന്നെ ബ്രേക്ക് ചെയ്യത്തില്ല. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണെന്ന് അറിയാവോ? ദാവീദിനാണ്. ദാവീദ് അഭ്യാസം മൊത്തം കാണിച്ചിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദിൻ്റെ കഥ അറിയാമല്ലോ. പക്ഷെ ദാവീദ് പറയും, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചതാണ്, പക്ഷേ ഉടമ്പടി പ്രകാരം ഞാൻ നിൻ്റെ മുമ്പിലായിരുന്നു, നീ നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ സങ്കീർത്തനം 51:11 അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അതായത് സന്നിധിയിൽ നിന്ന് തള്ളിക്കളയണതും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയണതും ദാവീദിന് ഒരു വിഷയമാണ്. ഒരിക്കൽ നൽകിയ പരിശുദ്ധാത്മാവിനെ റിട്ടേൺ ചെയ്താൽ അതിനർത്ഥം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീ പുറത്തു പോയെന്ന് എൻ്റെ അർത്ഥം. ജെറമിയ 14:21 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ജെറമിയ 14:21 അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തെ അവമാനിക്കരുതേ, ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുതേ. ദൈവത്തോട് പറയണാണ്. എന്താണ് ജെറമിയ 21:14 എന്താ പറയണത്? 14:21 എന്താണ്? അങ്ങയുമായിട്ടുള്ള ഉടമ്പടി അങ്ങ് ലംഘിക്കരുതേ. എന്ന് വെച്ചാൽ ലംഘിക്കാനുള്ള സാഹചര്യം ചിലത് മനുഷ്യന്മാർക്കുണ്ടായി പോകും. പക്ഷേ അപ്പോഴും ഈ സങ്കീർത്തകന് ജെറമിയായ്ക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. എന്താണ്? ദൈവത്തിൻ്റെ ഭാഗത്ത് എൻ്റെ ഉടമ്പടി ഇപ്പോഴും വാല്യൂ ആണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അല്ല നിങ്ങൾ വീണ് പോയെന്ന് പറഞ്ഞിട്ട് ദൈവം വീണ് പോയെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എഴുന്നേറ്റ് വരണം. സാക്ഷ്യ വിചാരണ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഘടകമാണ്. ആ ആഴ്ചയിൽ അമ്മ ചെയ്ത കാര്യങ്ങളാണ് സാക്ഷ്യത്തിനെടുക്കുന്നത്. ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യം. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, പക്ഷെ ചില സാക്ഷ്യങ്ങൾക്ക് ചില ഉടമ്പടി കണ്ടൻസുകൾ കൂടും. അതിൽ എല്ലാ മനുഷ്യർക്കും അനുവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ഒരു ദൈവ ആഭിമുഖ്യത്തിനുള്ള കുറേ പുതിയ വഴികൾ കാണാം. അങ്ങനെയുള്ള സംഭവങ്ങളാണ് അച്ഛൻ എടുത്തിട്ട് പലപ്പോഴും സാക്ഷ്യ വിചാരണയ്ക്ക് വെക്കുന്നത്. ഈ പ്രാവശ്യത്തെ സാക്ഷ്യ വിചാരണയിൽ കുറേ സാക്ഷ്യങ്ങളുണ്ട്. ഒരു സാക്ഷ്യം നീതുവിൻ്റെ ആണ്, നീതു ചെന്നിത്തല. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ അവർക്ക് 5 വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ മക്കളില്ല. അപ്പോൾ അത് ഭയങ്കരമായ പ്രശ്നമാണ്. വൈദ്യശാസ്ത്രം കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യും. 5 കൊല്ലമായിട്ട് മക്കളില്ലാതിരിക്കുമ്പോൾ നീതിൻ്റെ കാര്യം മനസ്സിലായി, ഇനി മക്കളുണ്ടാവത്തില്ല. എന്തെങ്കിലും കുഴപ്പം കൊണ്ട് നമുക്ക് അതിനുവേണ്ടി ചികിത്സിക്കാം. ഇത് എവിടെ ചികിത്സിക്കാനാണ്? മക്കളുണ്ടാകണില്ല. പിന്നെ ഫോളിക് ആസിഡ് കൊടുത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത്, അപ്പോൾ ഇവർക്ക് നേഴ്സായതുകൊണ്ട് അവർക്കറിയാം ഇതിൻ്റെ ആശുപത്രി പോയാലും കിട്ടാൻ പോകുന്ന ഫോളിക് ആസിഡാണ്. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഫോളിക് ആസിഡ് കുടിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ അവർ ആശുപത്രി പോക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരൊരു ദിവസം ചെന്നിത്തരുന്ന അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട് കണ്ണൂരാണ്. കണ്ണൂർ ചെന്നപ്പോൾ നമുക്കറിയാമല്ലേ, ഇപ്പോൾ പണ്ടത്തെ കണ്ണൂരല്ല ഇപ്പോഴത്തെ കണ്ണൂർ. വിശ്വാസമുള്ളവന് ശക്തമായ രീതിയിൽ വിശ്വാസം പടർന്ന് വിശ്വാസം സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ പിടിച്ചപ്പോൾ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി അവൾ. അപ്പോൾ അമ്മയുടെ അനിയത്തി പറഞ്ഞു, നീതു നിൻ്റെ അടുത്തല്ലേ കൃപാസനം, പിന്നെ നീ എന്താ ഇപ്പോൾ കുട്ടികളില്ലാതെ നടക്കണം? അപ്പം അത്രയും ആൾക്കാർക്ക് ബോധ്യമുണ്ട്. നിൻ്റെ അടുത്ത് ചെന്നിത്തല ആലപ്പുഴയല്ലേ, നിൻ്റെ അടുത്തല്ലേ കൃപാസനം, പിന്നെ നീ എന്തിനാ കുട്ടികളില്ലാതെ നടക്കണമെന്ന്. അപ്പം അത്രയും ആന്തരിക ബോധ്യമുണ്ട്. അപ്പം നീതിനെ സംബന്ധിച്ചിട്ട് ആൾക്കാർക്ക് സംശയമില്ല, കേട്ടിട്ടുണ്ട് കൃപാസനം, പക്ഷേ എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. അപ്പം നീതിനെ ഉടനെ കൊണ്ടുവന്ന്
ഈ കൃപാസനം പത്രം കൊടുക്കും. ആൻറ്റി കൊടുക്കും. അപ്പം നീതു അവിടെ പറഞ്ഞത് എനിക്കൊരു അവിശ്വാസവും തോന്നിയില്ല. ഞാൻ അവിടെ ഇരുന്ന് ആ പത്രം മൊത്തം വായിച്ചെന്ന്. മാതാവിലേക്ക് ഒരാൾ, ഞാൻ എപ്പോഴും പറയുന്നത് മാതാവിൻ്റെ കൈയാണ് പത്രം. അതെന്താ കാര്യം വെച്ചാൽ ഈ പത്രത്തെക്കുറിച്ച് ആണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിരുന്നു പത്രം ഭയങ്കര സംഭവമാണെന്ന്. കാര്യം ഇത്രയും ആക്രമണം ആ ഒരു വിഷയത്തിലുണ്ടാകുമ്പോൾ തന്നെ അറിയുക അനേകം ആത്മാക്കൾ ആ പത്രം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ദൈവത്തിന് നിരക്കാത്ത ശക്തികൾ അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആക്രമണം കൂടുതൽ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ ആൾക്കാർ, പിന്നെ ചില ആൾക്കാരൊക്കെ പണ്ട് പത്രം വെച്ച് കിടക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും ഞങ്ങൾ അതിനെ നിരോധിച്ചു. ഞാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. പത്രം മുഴുവനും അഭിഷേക വചനങ്ങളാണ്, പിന്നെ ജനങ്ങളുടെ അനുഭവങ്ങളും. അതാണ് പത്രം എന്ന് പറയുന്നത്. അഭിഷേക വചനങ്ങളും ജനങ്ങളുടെ ആ വചനം ജീവിതത്തിൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ, ഉടമ്പടി ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് പത്രം. വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. പിന്നെ കൃപാസനത്തിൻ്റെ മിഷൻ വർക്കുകളുണ്ട് അതിൻ്റെ അകത്ത്. സാംസ്കാരിക മിഷനും മറ്റു മിഷനൊക്കെ ഉണ്ട്. അത് നമ്മളുടെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ പത്രം ഇവിടെ കൊതിയോടെ സാക്ഷ്യങ്ങളെല്ലാം വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വയറ്റിൽ ഗുളുഗുളുവാന്ന് പറഞ്ഞൊരു ഇളക്കകളായി. അതായത് എന്താ വെച്ചാൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായില്ല. അതാ പ്രശ്നം. ഇവൾ മനസ്സിലൊരു തീരുമാനമെടുത്ത്. എന്താണ് എടുത്തത്? ഞാനും പോയി ഉടമ്പടി എടുക്കും. അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്കിനി ബഹറിൽ പോകാൻ വേണ്ടി 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്തിട്ട് പോകണത് സമയം കിട്ടത്തില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞ് കുഴപ്പമില്ല, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോവിഡ് കാലത്ത് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത്. അന്ന് ഓൺലൈൻ ഉടമ്പടി എന്നും പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ അന്ന് 1,00,000 ആൾക്കാരെ അത് കണ്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാവരും കാണുമെന്നാണ് വിചാരിച്ചത്. ഇപ്പം ജോമോളൊക്കെ അത് അങ്ങനെ കുറച്ച് പേരാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തെടുത്തത്. ഞാൻ ആശയം പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോഴേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് അത്രയും ഒരു റിട്ടേൺസ് വന്നില്ല. എങ്ങനെ ഞങ്ങൾ ഓർത്തത് ജനങ്ങളെ എല്ലാവരും സഹായിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ എന്താ അമ്മ ചെയ്തത്? ഇന്നിപ്പോഴേ ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടാണ് തീർത്ഥാടന ഉടമ്പടിക്ക്. തീർത്ഥാടന ഉടമ്പടി എടുക്കണമെങ്കിൽ ആലപ്പുഴ വരണ്ടേ. അപ്പം അതുവരെയുള്ള കാര്യങ്ങൾക്ക് അവരെന്ത് ചെയ്യും? ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ നേരത്തെ വസ്തുക്കളെ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് കൃത്യമായിട്ട് അവിടെ പറയണത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, എന്നിട്ട് അതിൻ്റെ പ്രാർത്ഥന കൃത്യമായിട്ട് തന്നെ ചെല്ലാൻ തുടങ്ങി, വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ഇന്ന് വരെ അനുഭവിക്കാത്തൊരു മരണകരമായ വേദനയാണ് ശരീരത്തിൽ അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു കഷണം വയറ്റിൽ നിന്ന് താഴേക്ക് ഒരു മാംസ കഷണം. ഇതെവിടെ ഇരുന്നെന്നറിയത്തില്ല. 5 കൊല്ലം ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കാണാത്ത സാധനമാണ്. മാതാവ് പറിച്ചതാണ് കണ്ടത്. വയറ്റിൽ നിന്ന് പറിച്ചെടുത്ത് പുറത്ത് കളഞ്ഞു. രക്തം പോലും പൊടിയാതെ പുറത്ത് കളഞ്ഞു. അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. 1, 2, 3 ലക്ഷം രൂപ ഇത് കണ്ടുപിടിച്ചാൽ തന്നെ 2 ലക്ഷം രൂപയുടെ ഓപ്പറേഷനാണ്. പക്ഷെ അത് ഒരു രക്തം പോലും പൊടിയാതെ കീഹോൾ പോലും അല്ലാത്ത രീതിയിൽ ഈ സംഭവം പറിച്ച് പുറത്ത് കളയും. അപ്പോൾ അതിനുശേഷം ഇവർക്ക് കോൺഫിഡൻസ് ആയി. ഇനി അമ്മ ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യും. അമ്മ എനിക്ക് കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴേ ഇവളുടെ വയറ്റിൽ മുമ്പത്തെക്കാളും വ്യത്യസ്തങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. കാര്യം പണ്ട് ഈ 5 കൊല്ലമായിട്ട് ടെസ്റ്റിംഗ് ആയിരുന്നു. എപ്പോഴും നെഗറ്റീവ് അടിച്ചിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ആ സാധനം വലിച്ചെറിയിട്ട് ഒരു ടെസ്റ്റും വേണ്ട, നമുക്ക് കൊച്ചിനെയും വേണമെന്ന് പറഞ്ഞതാണ്. കാര്യം എപ്പോഴും ടെസ്റ്റിൽ നെഗറ്റീവായി. അപ്പോൾ സങ്കടമായ കാരണം ഇതൊന്നും ടെസ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു. കുറേ നാളായിട്ട് ടെസ്റ്റുമില്ല, ആശുപത്രിയില്ല, അങ്ങനെ ജീവിക്കുക. പക്ഷേ ഇപ്പോൾ അവൾക്ക് തോന്നി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു അവൾ പറയണത്? ഇതിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഒരു പാരൻസ് ഒരു വര കാണും. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു പ്രതീക്ഷ വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് വര ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, ഇതൊന്ന് നോക്കിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഹസ്ബൻഡ് നോക്കിയപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട് സംഭവം. അയാൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസവും നോക്കുമ്പോൾ 1 മാസമാണ്. അപ്പോൾ കുഞ്ഞിന് 1 മാസം വയറ്റിൽ പ്രായമുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ കാരണത്തിന് നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹങ്ങൾക്കെല്ലാം അത് മരിയൻ ബ്ലെസ്സിങ് ആണെന്ന് അറിയാൻ വേണ്ടി
അമ്മയുടെ സീലുണ്ടാവും എപ്പോഴും. അത് അമ്മ തന്നതാണ്, ഉടമ്പടി പ്രകാരമാണെന്നറിയാൻ വേണ്ടി ഒരു മരിയൻ സീലുണ്ടാവും. മിക്ക സാക്ഷ്യം നോക്കി കഴിഞ്ഞാൽ മരിയൻ സീൽ കാണാൻ പറ്റും. ഇതിനകത്ത് വരുന്ന വെച്ചാൽ അവൾ പ്രസവിച്ചത് മെയ് 13-ാം തീയതിയാണ്. അതായത് മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മരിയൻ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നവർക്ക് കുറേ മാസങ്ങൾ പ്രധാനപ്പെട്ട ഒക്ടോബർ മാസം, അതുപോലെ ഫെബ്രുവരി 11 ലൂർദ് മാതാവ് ലൂർദ് പ്രത്യക്ഷപ്പെട്ടത്, ഡിസംബർ 7 മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ ഈ പ്രത്യക്ഷീകരണത്തിന് നിങ്ങൾക്കറിയാമോ, ഈ വിഷയം നമ്മുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോഴേ, ഇപ്പം തന്നെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഒത്തിക്കാൻ മനസ്സിലാവും കൃപാസനം എങ്ങോട്ടാണ് പോകണമെന്ന്. ഇന്നലെ പറഞ്ഞ സാക്ഷ്യങ്ങൾ. കാര്യം ഒരു ധ്യാന കേന്ദ്രങ്ങൾക്ക് ഇല്ലാത്ത അത്രയും ഒപ്പോസിഷൻസ് നമുക്കുണ്ടല്ലേ. എന്തുമാത്രം ആൾക്കാരാണ് ചർച്ച ചെയ്യണത് ചാനലിലൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചർച്ച ചെയ്യണത്. അവർ നെഗറ്റീവാണ് പറയുന്നുണ്ടെങ്കിലും പറയുന്നത് കൃപാസനത്തെക്കുറിച്ചല്ലേ. അപ്പോൾ അവർ കുറച്ച് പേര് വിശ്വസിച്ചില്ലെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൃപാസനത്തിലേക്ക് വരും, സംശയമില്ലല്ലോ. അതെല്ലാം പോസിറ്റീവാണ്. അവരെന്തൊക്കെ തന്തക്കൊക്കെ വിളിക്കൊണ്ടിരുന്നുണ്ട്, ഒരു സംശയമില്ല. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ സബ്ജക്റ്റ് ബേസിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? ഇപ്പോഴത്തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച ആ സാക്ഷ്യങ്ങളില്ലേ, ആ സാക്ഷ്യത്തിൻ്റെ തന്നെ ഡിസ്കഷൻ എന്തെല്ലാം ലെവലിലാണ് പോയത്. പക്ഷേ ആ സാക്ഷ്യങ്ങളെല്ലാം കഴിയുമ്പോൾ കമ്പിത്തിരി കത്തിക്കണ പോലെയാണ്. കമ്പിത്തിരിയുടെ മരുന്നെല്ലാം കത്തിച്ചതെല്ലാം ഭംഗിയായിട്ട് കഴിയുമ്പോൾ ഒരു കമ്പി അവശേഷിക്കും അല്ലേ. അതുപോലെ കൃപാസനത്തെ എങ്ങനെ വിമർശിച്ചാലും അവസാനം കൃപാസനവും മാതാവും അവശേഷിക്കും. ഒരു മനുഷ്യന് ഒരു സങ്കടം വരണ കാലത്ത് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത മനുഷ്യർ അമ്മയിലേക്ക് ആകർഷിച്ചു വരും. ഇന്നലെ ഞാനൊരു ചെരുത്തിനെ പിടയ്ക്ക് പിടിച്ച് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട്. അതെന്താ കാര്യം എന്നറിയാമോ? എന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചെല്ലാനത്ത് കരുത്തിയാണ് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, എന്നടി? അല്ലേ, ഞാൻ പെന്തക്കോസ്താ വർഷങ്ങളായിട്ട് ഉടമ്പടി എടുത്ത് ജീവിച്ചപ്പോഴാണ് ഇപ്പോൾ അമ്മ ആരാളെന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം മനുഷ്യരാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മയിലൂടെ ഇന്ന് ജനങ്ങളുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് കാലാകാലങ്ങളിലൂടെ ഉണ്ടായിട്ട് തിരിച്ചറിയാതെ തെറ്റായ പ്രബോധനങ്ങൾ അകപ്പെട്ടുകൊണ്ട് ആത്മരക്ഷയും അതേസമയം തന്നെ ജീവിത സ്വസ്ഥതയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സത്യവിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അകത്ത് മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സത്യവിശ്വാസം രൂപപ്പെടുത്താൻ പാടില്ല, പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? അമ്മ വിശ്വാസമുള്ള എല്ലായിടത്തും അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. വിശ്വാസം ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ്, കറകളഞ്ഞ വിശ്വാസം ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ് അമ്മ പ്രത്യക്ഷീകരണം നൽകുന്നത്. അതിന് ജാതിയും മതവും ഒന്നുമില്ല. ആരാണ് വിശ്വാസം ജീവിക്കണത് അവർക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം ലഭിക്കും. ഇന്നലത്തെ സാക്ഷ്യം കണ്ടില്ലേ? എന്താണ്? ഇന്നലെ 8 സാക്ഷ്യങ്ങളും അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും. എന്നുവെച്ചാൽ ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രശ്നം, അമ്മ മാതാവ് ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഞാൻ പ്രഖ്യാപിച്ച കാലത്ത് ഞാൻ സഹോദര വൈദികരിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛനല്ലേ കണ്ടുള്ളൂ, വേറെ ആരെങ്കിലും കണ്ടോ എന്ന്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഇനി എല്ലാവരും കാണുന്നൊരു കാലം വരുമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ചിലർ പിന്നെ പറയും ഈ കൃപാസനത്തിൻ്റെ ഇവിടെ വരണ ആൾക്കാരെല്ലാം കൂടുതലും എറണാകുളം തൊട്ട് കണ്ണൂർ വരെയുള്ളവരാണല്ലോ, പിന്നെ കൊല്ലം തൊട്ട് ട്രിവാൻഡ്രം ഇടുക്കി വരെയുള്ളവരും, പിന്നെ ലോകത്ത് വ്യത്യസ്തമായ ജില്ലകൾ. ഈ ആലപ്പുഴക്കാരെന്താ കൃപാസനത്തിൽ വരാത്തത് ചോദിക്കും. അങ്ങനെ ചോദിക്കും, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ആലപ്പുഴക്കാർ വരുന്നുണ്ട് ഒത്തിരി പേര്. പിന്നെ അവർക്ക് ഏറ്റവും അടുത്ത് ലളിതമായിട്ട് ഇവിടെ വന്നു പോകുന്നത് കാരണം കഷ്ടപ്പെട്ട് വന്നവനാണ് മാതാവ് ഫലം കൊടുക്കുന്നത്. അതാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ ഈ വള്ളക്കാട് പ്രാർത്ഥന പണ്ട് നടത്തുമായിരുന്നു ഇവിടെ. 85 മുതൽ 86 മുതൽ ഞാൻ 2000 വരെ വള്ളക്കാട് പ്രാർത്ഥന നടത്തുമായിരുന്നു. അപ്പോൾ വള്ളക്കാട് പ്രാർത്ഥനയ്ക്കൊക്കെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരും. പക്ഷേ ആൾക്കാർക്ക് മനസ്സിൽ കിട്ടുന്ന കൂടുതൽ അകലേന്ന് കഷ്ടപ്പെട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റൊക്കെ വരുന്ന ആൾക്കാരും വണ്ടി കാത്തു നിന്നിട്ടും തിരിച്ചു പോകുമ്പോൾ രാത്രി 1 മണിയാകുമ്പോഴൊക്കെ വീട്ടിൽ എത്തുന്ന ആൾക്കാരില്ലേ, അവരാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവിടെ ആദ്യത്തെ അടയാളം അത്. ഇതിനകത്ത് പ്രശ്നം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കറിയാമോ, ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രശ്നം. അടുത്ത് ഉള്ളവരാണെങ്കിലും ശരി, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇപ്പം തന്നെ ഇവിടെ ചെറിയൊരു ബഹളം ഉണ്ടാക്കത്തില്ലേ, ഞങ്ങൾക്ക് പോകണം, വീട്ടിൽ പോകണം, വീട്ടിൽ കുറച്ച് നേരം രാവിലെ വന്ന് വെളുപ്പിനെ വന്നാന്നൊക്കെ പറയത്തില്ലേ. ചെത്തി എപ്പോഴാണ് ചെറിയ വീട് എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴ. കൊള്ളാം. അപ്പോൾ കാസർഗോഡുകാരോട് നിൽക്കണേ, അവർക്കൊരു പ്രശ്നമില്ല. അതാണ് വിഷയം. അത് വിഷയം തന്നെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ വിശ്വാസത്തിന് ആർക്കാണ് തൻ്റെ വ്യയം ചെയ്യാൻ പറ്റണത്.
അവരാണ് ഇത് ഏൺ ചെയ്യണത്. പക്ഷേ അതിന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഈ കൃപാസനത്തിന് വാദിക്കുന്നൊരു അനുഭവം ഉണ്ടായി. പൊള്ളത്തെ ഇത് മനസ്സിലുണ്ട് അപ്പുറത്ത്, ഇതിന് നേരെ അപ്പുറത്താണ് പൊള്ളത്തി, റെയിൽവേ ക്രോസിൻ്റെ നേരെ അപ്പുറത്ത് പൊള്ളത്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സഹോദരി, അതായത് ദീപ്തി എന്ന് മിസ് ഒരു സാക്ഷ്യം പറഞ്ഞു ഇന്നലെ. ദീപ്തിയുടെ സാക്ഷ്യം ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാര്യം കൃപാസനം വാദിക്കലാണല്ലോ. അപ്പോഴേ എന്താ ദീപ്തിയുടെ സാക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീപ്തി ഒരു മലയാള സ്റ്റുഡൻ്റാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഈ IELTS എഴുതാൻ പറ്റത്തില്ല. സ്പീക്കിംഗ് ഇല്ല, റീഡിംഗ് ഇല്ല, റൈറ്റിംഗ് ഇല്ല, എല്ലാ മൊഡ്യൂൾസും പോകും. അപ്പോൾ അവളങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ്. അവളൊരു ദിവസം ഇങ്ങനെ വീടിൻ്റെ വാതിക്കൽ അമ്മയുമായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് അവളുടെ IELTSൻ്റെ കോഴ്സിന് പോകുകൾ, IELTSൻ്റെ കോഴ്സിന് പോയിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി IELTSൻ്റെ കോഴ്സിന് പോകും ദീപ്തി. പക്ഷേ അങ്ങനെ പോകാൻ വേണ്ടി അങ്ങനെ ക്ലാസ്സിൽ പോയിട്ടും ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല, സ്പീക്കിംഗ് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല, റൈറ്റിംഗ് പറ്റണില്ല, എല്ലാം ആകപ്പാടെ കുളവാകുകയാണ്. അപ്പോൾ തോക്കുമെന്ന് ഉറപ്പായി. അപ്പോൾ ഇപ്പോൾ സങ്കടമായി, മഹാസങ്കടമായി. അപ്പോൾ അതിരുന്ന് അമ്മയോട് പറയണം, അമ്മ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതിയായിരുന്നു. ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച കാരണം ഒന്നും ശരിയാണില്ല, ഞാൻ ഇത് തുടങ്ങണ പരീക്ഷ എഴുതിയ ഒരു കാര്യമുണ്ട്, ഒന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയും മകളും കൂടി. അപ്പോൾ അമ്മ അപ്പുറത്ത് വർക്ക് ചെയ്യണം, ഇടയ്ക്ക് ഇവൾ വാദിക്കരുന്നുണ്ട്, അമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മക്കളുടെ സ്വഭാവം അറിയാമില്ല. അങ്ങനെ സമയത്ത് ഇവിടെ ഒരു കാഴ്ച കാണും വാതിക്കൽ, വീടിൻ്റെ വാതിക്കൽ. അപ്പം അവൾ മാത്രമാണ് ഈ കാഴ്ച കാണുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവൾ അമ്മേ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, വാതിക്കോട്ട് നോക്കിയേ അമ്മ, ഇത് ആരാണെന്ന് അറിയാമോ അമ്മയ്ക്ക്? അപ്പോൾ അമ്മ പറയും, ഇത് കൃപാസനം മാതാവാണല്ല എന്ന് പറയും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇവൾക്ക് കൃപാസന മാതാവാണെന്ന് അറിയാം, പക്ഷെ ആ കാഴ്ച അമ്മ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് അമ്മയെ വിളിച്ച് വരുത്തിയിട്ട് അമ്മയെ കാണിക്കുമ്പോൾ അമ്മയാണ് പറയണത് ഇത് കൃപാസന മാതാവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മക്കളെ സാന്ത്വനിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു, അടയാളങ്ങൾ നൽകുന്നതിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതെല്ലാം അഭ്യസ്തവിദ്യരാണ്. അവരനുഭവിച്ച അമ്മയും മകളും കൂടി സന്ധ്യയ്ക്ക് തന്നെ ഓടി കൃപാസനത്തിൽ വന്ന് ഈ കാഴ്ച കണ്ടവർ സംഭ്രമിച്ചു പോയി. അവരുടെ കൃപാസനത്തിൽ വന്ന് മാതാവിനെ നേരെ കണ്ട് സംസാരിച്ചു, പ്രാർത്ഥിച്ചു, സങ്കടം പറഞ്ഞു. അവർ തിരിച്ചു പോയപ്പോൾ അവർക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? അതായത് ദീപ്തിക്ക് എന്താ കിട്ടിയത്? ധൈര്യം കിട്ടി. അമ്മ എന്താണ് ചെയ്യണത്? ധൈര്യമാണ് നമുക്ക് തരണത്. ഒരു കാഴ്ച കണ്ട, സ്വപ്നം കാണാം, ദർശനം കാണാം, നേരെ കാണാം, അങ്ങനെ കണ്ട ധൈര്യമാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ ധൈര്യം. കാരണം അവർക്ക് എന്താ സംഭവിച്ചത്? ഞാൻ മലയാളം മീഡിയം അല്ലേ, എനിക്ക് ഇനി എഴുതാൻ പറ്റുമോ, എനിക്ക് എഴുതാൻ പറ്റും, ഞാൻ എഴുതി ജയിക്കുമോ, എത്ര കാലം എഴുതേണ്ടി വരും, ഇംഗ്ലീഷ് ഇപ്പോൾ മീഡിയത്തിൽ പോയി ആൾക്കാർ പോലും 5-6 പ്രാവശ്യം എഴുതിയിട്ടല്ല കിട്ടുന്നത്, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എൻ്റെ ജീവിതത്തിൽ വല്ല മാർഗ്ഗമുണ്ട്, ദൈവത്തിൽ വല്ല പദ്ധതിയുണ്ട്, ഇങ്ങനെ സങ്കടം പ്രാർത്ഥനയാക്കി മാറ്റുന്ന സമയത്താണ് അമ്മ നേരെ വന്ന് നിൽക്കുന്നത്. ധൈര്യമായിരിക്കുക, ഈ വിഷയം നമ്മൾ കവർ ചെയ്യാം. പിന്നെ അവൾ ധൈര്യത്തോടെ പഠിക്കാൻ പോയെങ്കിലും എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ പണ്ട് ഞായറാഴ്ച, ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വ്യാഴാഴ്ച ആക്കിയതാണ്, എല്ലാ ഞായറാഴ്ച വന്ന് ഇവൾ ധ്യാനം കൂടും. പക്ഷേ ഉടമ്പടി എടുക്കത്തില്ല. ഉടമ്പടി എടുക്കണമെങ്കിൽ കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? അത് ഉടമ്പടി എടുക്കത്തില്ല. അമ്മയോട് വന്ന് കാര്യം പലരുടെ അബദ്ധം അതാണ്, നിങ്ങളെയും മടിച്ചുകളല്ല. അതുകൊണ്ട് അമ്മയോട് വന്ന് കാര്യം പറഞ്ഞിട്ട് പോകും. പക്ഷേ ഇവൾ IELTS തോറ്റപ്പോൾ മനസ്സിലായി, ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പോയി കാര്യം പറയും, പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ലല്ലോ. അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം പറഞ്ഞ പോലെ കാര്യമല്ല. ഉടമ്പടി വേറെ വിഷയമാണ്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ സീരിയസ് ആയി നടത്താം. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സീരിയസ് ആയി. പിന്നെ നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നമ്മൾ ദൈവം നിബന്ധന വെക്കുന്നു, നമ്മൾ നിറവേറ്റാൻ തയ്യാറാകുന്നു, ദൈവം നമ്മുടെ നിയോഗത്തെ ഹോണർ ചെയ്യുന്നു. പിന്നെ ദൈവമായിട്ട് സഞ്ചാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സഹസഞ്ചാരമാണ് ദൈവമായിട്ട്. അത് അമ്മയായത് കാരണം എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് കൃത്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് അവൾ പറയണത് എൻ്റെ ജീവിതം തന്നെ ഉടമ്പടി മാറ്റിക്കളഞ്ഞെന്നാണ്. എന്താണ് പറയണത്? എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അരമണിക്കൂറല്ല വചനം വായിക്കേണ്ടത്. അപ്പോൾ അവളെ ഇരുന്നുകൊണ്ട് വാചനം വായിച്ച് 1.5 മണിക്കൂർ വാചനം വായിക്കാനുള്ള അഭിഷേകം കിട്ടി. അപ്പോൾ ചില ആൾക്കാർ അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ട് അഭിഷേകമില്ലാത്തൊരു 5 മിനിറ്റ് വായിച്ചിട്ട് പിന്നെ വായിക്കാം, ബാക്കി പിന്നെ വായിക്കാമെന്ന് പറഞ്ഞ് മടക്കി വെച്ചിട്ട് പോകത്തില്ലേ? ഇതെല്ലാം പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ ഉടമ്പടിയിൽ പറഞ്ഞതല്ലേ അമ്മയോട് അരമണിക്കൂർ വചനം വായിച്ചോളാമെന്ന്, എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇവർക്ക് കാര്യം അത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തുകൊണ്ടാണ്. ആവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ.
അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 10 മിനിറ്റ് വായിച്ചിട്ട് മടക്കി വെക്കും. രോഗികളെ കാണാൻ വേണ്ടി പറഞ്ഞാൽ എത്ര അടുത്ത് രോഗികൾ വല്ല വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ പോയി കണ്ടെച്ച് നോക്കി നിന്നും പോരും, ആശുപത്രി പോകത്തില്ല. അപ്പോൾ എങ്ങനെ ഈ കുറുക്ക് വഴി ചെയ്യാം? കുറുക്ക് വഴി ഉടമ്പടിയുടെ നിബന്ധനകൾ കുറുക്ക് വഴിയോടെ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുക നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തതാണ്, ദൈവത്തിനകത്ത് പങ്കില്ല. ഒരിക്കലും ദൈവം അതിനകത്ത് പങ്കെടുക്കത്തുമില്ല. കാര്യം എന്താണ്? നിങ്ങളുടെ വയറ്റിപ്പഴപ്പാണെന്ന് ദൈവത്തിന് അറിയാം, ദൈവത്തിന് പ്രയോജനമില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന് വേണ്ടി എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ദീപ്തിയൊക്കെ സാക്ഷ്യം അവസാനിക്കുമ്പോൾ എന്താ പറയണത്? ദീപ്തിയുടെ സാക്ഷിയൊക്കെ അവസാനിക്കും. ദീപ്തി പറയണത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ജീവിത അവസാനം വരെയാണ്. അത് ദീപ്തി മാത്രമല്ല, അങ്ങനെ പറയുന്ന അക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. ഞാൻ ആ സാക്ഷ്യത്തെക്കുറിച്ച് പറയാം. ഇപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവൾ ദീപ്തി എന്ന് പറയുന്ന സഹോദരി ഉടമ്പടി പ്രകാരം ജീവിക്കാൻ ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ എഴുതിയുള്ളൂ. ആ എഴുതിയിട്ട് റിസൾട്ട് വരുന്ന ദിവസം ഇവിടെ വന്നിരുന്നിട്ട് 9 വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് റിസൾട്ട് ഓപ്പൺ ചെയ്ത്. അപ്പം തന്നെ അമ്മ പറഞ്ഞതുപോലെ അവൾ ഫുൾ സ്കോർ ചെയ്ത് ആൾ ക്ലിയറായി. ജയിച്ചത് മാത്രമല്ല, പിന്നീട് ഇൻ്റർവ്യൂ, വിസ എല്ലാം. അവളെ പറയണത്, ഞാനൊരു പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ജീവിതം ഇപ്പോഴാമ പോലെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ? ഉടമ്പടി എടുക്കുമ്പോൾ ആ ആമയെ ഒരാൾ എടുത്തോണ്ട് ഓടിയാൽ എങ്ങനെ ഇരിക്കും? ആമ ഇങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ. അപ്പം ആ ആമയെ കണ്ടിട്ട് ഒരാൾ ആ ആമയെ എടുത്തോണ്ട് ഓടിയാൽ എന്ത് സ്പീഡ് ഉണ്ടാവും ആമയ്ക്ക്? അതുപോലുള്ള സ്പീഡ് ഉടമ്പടിയിൽ ഉണ്ടാകുമെന്ന്. ഇത് ഇവളുടെ ഹൃദയത്തിൽ അങ്ങനെ തറച്ച്. ഞാൻ മറന്നുപോയി, അന്ന് ഈശോ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക്. ഞാൻ ചിന്തിച്ച് പറഞ്ഞൊന്നുമല്ലത്, പക്ഷെ അവർക്ക് വേണ്ടി അമ്മ പറയിപ്പിച്ചതാണ് എൻ്റെ ഉള്ളിലൂടെ. അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു അയറ്റം ജയിച്ചു, പെട്ടെന്ന് വിസയായി, പെട്ടെന്ന് ഇൻ്റർവ്യൂ ജയിച്ചു, അതുപോലെ തന്നെ ജോലി ഒക്കെ ആയി. ഇപ്പോൾ ആൾ കയറിപ്പോയി. അപ്പം ഇത്രയും പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ആമയെ എടുത്തോണ്ട് ഓടിയ പോലെയും കൈയിട്ടിച്ച് കർത്താവിനെ